പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. വലതുകരം ഉയർത്തിക്കൊണ്ട് വീശിക്കൊണ്ട് ഏറ്റു പറയാം, കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സെബാസ്റ്റ്യനച്ച, ജോസഫച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. മഴ ആവശ്യത്തിന് കിട്ടി എന്നോർത്ത് സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ചൂടുണ്ടോ? ഇല്ല, ചൂടില്ല. ഓർത്ത് സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചുകൂടെ നല്ലൊരു ചിരിയൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ, പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. അച്ഛനെ നോക്കി ഒന്ന് സൂപ്പറായിട്ട് പറ്റുമെങ്കിൽ ചിരിച്ചാ മതി. ഹല്ലേലൂയ. ഈശോയെ നോക്കി ഒന്ന് നൈസായിട്ട് ചിരിച്ചേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നൈസായിട്ട് പറ്റിച്ചു എന്ന് പറയുന്നേട്ടുണ്ട് അല്ലേ? നൈസായിട്ട് ചിരിച്ചു എന്ന് പറയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? രൂപാന്തരീകരണത്തെ കുറിച്ചാണ്. രൂപാന്തരപ്പെട്ടാൽ നമുക്ക് എന്താണ് ലാഭം? വെരി ഗുഡ്. ദൈവമഹത്വം ദർശിക്കുമല്ല, ദൈവമഹത്വം നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. രൂപാന്തരപ്പെടുന്നവർക്ക് ഉള്ള സമ്മാനം എന്താണ്? ദൈവമഹത്വം. രൂപാന്തരപ്പെടാത്തവർക്ക് അപ്പോൾ എന്താണ് നഷ്ടമാകുന്നത്? ദൈവമഹത്വം. അപ്പോൾ ദൈവമഹത്വം നമുക്ക് കിട്ടണോ വേണ്ടയോ? ആർക്കൊക്കെ വേണം? എല്ലാവർക്കും വേണം. വേണ്ടവരൊക്കെ ഒന്ന് കൈവെക്കും. കുറച്ചു പേർക്കും ഇതൊന്നും ആവശ്യമില്ലാന്ന് തോന്നുന്നു, കൈയടിച്ച് കിടത്താം. അപ്പോൾ നമ്മൾ എന്ത് കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവമഹത്വം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഭൂമിയിൽ വെച്ച് നമുക്ക് എന്താണ് കിട്ടുന്നത്? ദൈവമഹത്വം. ഈശോ കുരിശിൽ മരിച്ചത് നമ്മൾ ദൈവമഹത്വത്തിൽ പങ്കുകാരാകാൻ വേണ്ടിയാണ്. കൈയടിച്ചതെന്ന് പറയാം. അപ്പോൾ നമ്മൾ ദൈവമഹത്വത്തിൽ പങ്കുകാരാകുന്നില്ലെങ്കിൽ എന്താണ് പ്രശ്നം? എന്താണ്? ദൈവമഹത്വത്തിൽ പങ്കുകാരാകുന്നില്ലെങ്കിൽ ഈശോ കുരിശിൽ മരിച്ചതിന്റെ ആ ഫലം നമുക്ക് ലഭിക്കാതെ പോകും. ഈശോ കുരിശിൽ മരിച്ചത്, അച്ഛനാവർത്തിക്കാണ്, ഈശോ കുരിശിൽ മരിച്ചത് നമ്മൾ ദൈവമഹത്വത്തിൽ പങ്കുകാരാകാൻ വേണ്ടിയാണ്. നമ്മൾ ദൈവ സ്വഭാവത്തിൽ പങ്കുകാരായിക്കൊണ്ട്, ആർക്കുള്ളതാണ് ദൈവമഹത്വം? ദൈവത്തെ പോലെ ആകുന്നവർക്കുള്ളതാണ് ദൈവമഹത്വം. ദൈവത്തെ പോലെ ആകാത്തവർക്ക് എന്തില്ല? ദൈവമഹത്വമില്ല. അപ്പോൾ നമ്മൾ ദൈവ സ്വഭാവത്തിൽ പങ്കുകാരായിക്കൊണ്ട് ദൈവമഹത്വം നേടുന്നതിന് വേണ്ടിയാണ് ഈശോ കുരിശിൽ മരിച്ചത്. കൈയടിച്ച് നന്ദി പറയാം.
ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ആദിയിൽ പറുദീസയിൽ പാപം ചെയ്തപ്പോൾ ആദത്തിനും ഹവ്വയ്ക്കും നഷ്ടപ്പെട്ടത് എന്താണ്? ദൈവമഹത്വമാണ്. ദൈവമഹത്വം ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്നതാണ്. ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാണ് ദൈവമഹത്വം. ഹല്ലേലൂയ. ദൈവമഹത്വം ആരുടെ പ്രോപ്പർട്ടിയാണ്? ഇതാരുടെ സ്വത്താണ്? ദൈവത്തിന്റെ സ്വത്താണ്. ഇതാർക്കാണ് ദൈവം എഴുതി കൊടുക്കുന്നത്? ദൈവമക്കൾക്ക്. ഹല്ലേലൂയ. നിങ്ങളുടെ സ്വത്ത് നിങ്ങൾ അടുത്ത വീട്ടിലുള്ള ആൾക്കാർക്ക് എഴുതി കൊടുക്കാറുണ്ടോ? ചില ആൾക്കാർ പറയാറുണ്ട്, ഞങ്ങൾ അടുത്ത വീട്ടിലുള്ളതല്ല, ഞങ്ങൾ വീട്ടിൽ തന്നെ ആയിട്ടും എഴുതി തരുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവമഹത്വം ദൈവത്തിന്റെ സ്വത്താണ്, പ്രോപ്പർട്ടിയാണ്. അത് ദൈവം പങ്കുവയ്ക്കുന്നത്, അത് എഴുതി കൊടുക്കുന്നത് ദൈവമക്കൾക്കാണ്. അപ്പോൾ നമ്മൾ ഈ ദൈവമഹത്വം സ്വന്തമാക്കാൻ നമ്മൾ ആരായിട്ട് തീരണം? ദൈവമക്കളായി മാറണം. ആദ്യം ദൈവമക്കളായി നമ്മെ മാറ്റാൻ വേണ്ടിയാണ് ഈശോ കുരിശിൽ മരിച്ചത്. ഹല്ലേലൂയ. നമുക്ക് ദൈവമക്കൾ എന്ന സ്ഥാനം എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? പാപം മൂലം നഷ്ടപ്പെട്ട ദൈവപുത്ര സ്ഥാനം നമ്മൾ ഇനി എങ്ങനെ നേടിയെടുക്കും? ഈശോയുടെ, വെരി ഗുഡ് ചേച്ചി, ഈശോയുടെ പീഡാസഹനത്തിന്റെയും കുരിശ് മരണത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും സ്വർഗാരോഹണത്തിന്റെയും യോഗ്യതകളാൽ നമ്മൾ അത് നേടിയെടുക്കുകയാണ്, അല്ലെങ്കിൽ നമുക്കത് ദാനമായി ലഭിക്കുകയാണ്. ഇന്ന് ഒരു പാരമ്പര്യം അനുസരിച്ച് ഇന്നാണ് സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്നത്. ലത്തീൻ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് 40-ാം ദിവസം ഇന്നാണെങ്കിലും 40-ാം ദിവസം കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സ്വർഗാരോഹണത്തിലൂടെ സ്വർഗത്തിലേക്ക്, പിതാവിന്റെ വലതുവശത്തേക്ക് പ്രവേശിച്ചത് ആരാണ്? ഈശോയാണ്. ഈശോയിലൂടെ, ശ്രദ്ധിച്ച് കേൾക്കണം, സ്വർഗാരോഹണത്തിലൂടെ പിതാവിന്റെ വലതുവശത്തേക്ക്, വലതുവശം എന്ന് പറഞ്ഞാൽ ആ മഹത്വത്തിന്റെ ഇടമെന്നാണ് അതിന്റെ അർത്ഥം. മഹത്വത്തിലേക്ക് പ്രവേശിച്ചത് മനുഷ്യത്വമാണ്. ഈശോയ്ക്ക് ദൈവത്വവുമുണ്ട്, മനുഷ്യത്വവുമുണ്ട്. അപ്പോൾ ഈശോയുടെ ദൈവത്വം പ്രവേശിച്ചു. ദൈവത്വം നേരത്തെ അവിടെ ഉണ്ടായിരുന്നു, അവിടെ ഇല്ലാതിരുന്നത് മനുഷ്യത്വമാണ്. ഇപ്പോൾ മുതൽ, ഈശോയുടെ സ്വർഗാരോഹണം മുതൽ, പിതാവിന്റെ ഹൃദയത്തിൽ മനുഷ്യത്വത്തിന് സ്ഥാനമുണ്ട്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. കാരണം അതുവരെ സ്ഥാനമില്ലാതിരുന്നു. കാരണം എന്താണ്? പാപമുള്ള മനുഷ്യനെ ദൈവത്തിന് തന്റെ മഹത്വത്തിൽ കയറ്റി വെക്കാൻ പറ്റില്ല. ഓക്കെ? ഇരുട്ടിനെ പ്രകാശത്തിലേക്ക് എടുത്തു വെക്കാൻ പറ്റോ? പറ്റില്ല. അഴുക്കിനെ പരിശുദ്ധിയിലേക്ക് എടുത്തു വെക്കാൻ പറ്റോ? പറ്റില്ല. അതുപോലെ തന്നെ അല്ലേ, നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല അഴുക്കുള്ളൊരു ഡ്രസ്സ് എടുത്തിടോ? അപ്പൊ നമ്മൾ പോലും അത് ചെയ്യില്ല. അപ്പോൾ ദൈവം, പരിശുദ്ധനായ ദൈവം പാപം ചെയ്ത മനുഷ്യനെ എടുത്ത് പടിയിലിരുത്തോ? ഇല്ല, അത് ദൈവത്തിന് പറ്റില്ല. പക്ഷെ ദൈവത്തിന് മടിയിലിരുത്താൻ, മനുഷ്യനെ മടിയിലിരുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. തന്റെ സ്വഭാവത്തിൽ, തന്റെ മഹത്വത്തിൽ മനുഷ്യനെ പങ്കുകാരനാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം ഇതാ ഈശോ മിശിഹായിലൂടെ തന്റെ ആഗ്രഹം സാധിക്കുകയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. മനുഷ്യന് തന്റെ മഹത്വം പങ്കുവെച്ചു കൊടുക്കാനുള്ള പിതാവായ ദൈവത്തിന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ് സ്വർഗാരോഹണ തിരുനാൾ എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നു, ദൈവം സ്വർഗത്തിലേക്ക് കയറിപ്പോയത് എന്നല്ല,
സ്വർഗാരോഹണത്തിന്റെ സിഗ്നിഫിക്കൻസ് ഒരു മനുഷ്യത്വം, ഒരു മനുഷ്യൻ, പൂർണ്ണനായ മനുഷ്യൻ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് പിതാവിന്റെ അധികാരത്തിൽ പങ്കുകാരനായിരിക്കുന്നു എന്നതാണ് സ്വർഗാരോഹണത്തിന്റെ സദ്വാർത്ത. അതാണ് സ്വർഗാരോഹണത്തിന്റെ സുവിശേഷം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അപ്പോൾ ഇപ്പോൾ പിതാവിന്റെ വലതുഭാഗത്ത് ആരുണ്ട്? ഒരു മനുഷ്യനുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പറയില്ലേ, നമുക്ക് ഡൽഹിയിലും ആളുണ്ടെന്ന് പറയില്ലേ? നമുക്ക് പിതാവിന്റെ വലതുഭാഗത്ത് ഒരാളുണ്ട്. അതാണ് ഹെബ്രായ ലേഖകൻ പറയുന്നത്. നമുക്ക് അതുകൊണ്ട് ആ കൃപാവരത്തിന്റെ സിംഹാസനത്തെ ധൈര്യത്തോടെ സമീപിക്കാം. അവൻ എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ പ്രലോഭനങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ അവൻ കടന്നുപോയവനാണ്. അതുകൊണ്ട് നമ്മുടെ സഹനങ്ങൾ എന്താണെന്ന്, നമ്മുടെ വ്യാകുലങ്ങൾ എന്താണെന്ന്, നമ്മുടെ ബലഹീനതകൾ എന്താണെന്ന് അറിയാവുന്നവനാണ്. അതറിയാത്തവനല്ല അവിടെ ഇരിക്കുന്നത്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. രാജ്യം ഭരിക്കുന്നത് പാവപ്പെട്ടവന്റെ വേദന അറിയാത്തവനല്ല, പട്ടിണി കിടക്കുന്നവനെ അറിയാത്തവനല്ല, ദുരിതമനുഭവിക്കുന്നവനെ അറിയാത്തവനല്ല രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് അവനെ നമുക്ക് ധൈര്യത്തോടെ സമീപിക്കാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ, ഈശോയേ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ബലഹീനതകളിലായിരിക്കുമ്പോൾ, നമ്മുടെ കുറവുകളിലായിരിക്കുമ്പോൾ, നമ്മുടെ അശുദ്ധിയിലായിരിക്കുമ്പോഴും കർത്താവേ, ഈ തിന്മയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് നമുക്ക് ധൈര്യത്തോടുകൂടെ ഈ കൃപാവരത്തിന്റെ സിംഹാസനം, ഈ ദിവ്യകാരുണ്യത്തെ സമീപിച്ച് നമുക്ക് യാചിക്കാവുന്നതാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അപ്പോൾ ഇത്രയും ഇന്നത്തെ ശുശ്രൂഷ വചനത്തെക്കുറിച്ച് ആമുഖമായി പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. നമ്മൾ പറയുകയാണ്, നമ്മൾ കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്, ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടപെടുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? വിശ്വസിക്കുക, പ്രത്യാശിക്കുക, സ്നേഹിക്കുക, അവന് വേണ്ടി ത്യാഗമെടുക്കുക, സുവിശേഷം പ്രഘോഷിക്കുക, പ്രാർത്ഥിക്കുക. ഇതെല്ലാം ഇടപെടുന്നതിനുള്ള, ഈശോയുമായി ബന്ധത്തിലായിരിക്കുന്നതിനുള്ള വഴികളാണെന്ന് നമ്മൾ നേരത്തെ പണ്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഇപ്പോൾ ഈശോയുമായി ഇടപെടുന്നതിനുള്ള വളരെ സുപ്രധാനമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്താണ്? യേശുനാമമാണ്. ഈശോയുമായി ഇടപെടുന്നതിനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം ഏതാണ്? യേശുനാമമാണ്. ഈശോയെ എന്ന് വിളിക്കലാണ്. ഈശോയെ എന്ന് വിളിക്കുന്നതിൽ വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, സ്നേഹമുണ്ട്, ത്യാഗമുണ്ട്, പ്രാർത്ഥനയുണ്ട്, പ്രഘോഷണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ ഈശോയുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി ഇതുവരെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും സംഗ്രഹിക്കുന്നതാണ് യേശുനാമത്തിലുള്ള പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പഠനം. നമ്മൾ പറഞ്ഞു, ഈശോയെ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഈശോയുടെ പദ്ധതികളുമായും ഈശോയുടെ ആഗ്രഹങ്ങളുമായും ഈശോയുടെ വികാരങ്ങളുമായും ഐക്യപ്പെടുത്തണം. അങ്ങനെ ഐക്യപ്പെടുത്തി ഈശോയെ എന്ന് വിളിക്കുമ്പോൾ മാത്രമേ അതൊരു ബന്ധമാവുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ പദ്ധതികളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈശോയുടെ ആഗ്രഹങ്ങളാണ്. ഈശോയുടെ ആഗ്രഹങ്ങൾ 6 കഴിഞ്ഞ് അല്ലേ, 7ാമത്തെ ആഗ്രഹമായ നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന ആഗ്രഹത്തെക്കുറിച്ച് കഴിഞ്ഞ 4 ആഴ്ചകളിൽ നമ്മൾ പഠിച്ചു. ഇന്ന് 5ാമത്തെ ആഴ്ചയാണ്. ഈശോയുടെ
വിശുദ്ധിയെക്കുറിച്ചുള്ള നമ്മൾ വിശുദ്ധരായി ജീവിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഈശോയുടെ ആഗ്രഹത്തെ നമ്മൾ വചനത്തിന്റെ വെളിച്ചത്തിൽ ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ റീക്യാപ്പ് കഴിഞ്ഞു. ഇനി പടം തുടങ്ങാൻ പോവാം. ഇന്നത്തെ പടം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഓരോ ആഴ്ചയിലും ഇത് മനസ്സിലുണ്ടെങ്കിലാണ് നമുക്ക് ആ കണക്ഷൻ അങ്ങനെ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാ ആഴ്ചയിലും 33 ആഴ്ചയൊക്കെ വരാൻ പറയുന്നതിന്റെ കാരണം എന്താണ്? ഇത് ഓരോന്നും സെപ്പറേറ്റ് എപ്പിസോഡല്ല, ഇതെല്ലാം തുടർച്ചയായിട്ടുള്ള പഠനങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ സബാസ്റ്റ്യൻ കാലത്ത് പറഞ്ഞ പ്രസംഗമാണെങ്കിലും ജോസഫ് അച്ഛൻ പറയുന്ന പ്രസംഗമാണെങ്കിലും ഇതെല്ലാം ഒരു തുടർച്ചയാണ്. ഹല്ലേലൂയ. സബാസ്റ്റ്യൻ ഇന്ന് കാലത്ത് പറഞ്ഞ എന്തിനെ കുറിച്ചാണ്? പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ. പരിശുദ്ധാത്മാവിന്റെ ഒന്നാമത്തെ ഫലമായ സ്നേഹത്തെ കുറിച്ച് ഒരു 16 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ആനന്ദത്തെ കുറിച്ച് പറഞ്ഞു, സമാധാനത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇതൊരു തുടർച്ചയാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് എന്താണ്? വിശുദ്ധിയിൽ ജീവിക്കുന്നത് കൊണ്ടുള്ള ഒരു 8 ബെനഫിറ്റ്സിനെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഒന്നാമതായിട്ട്, വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ അത് ദൈവവുമായിട്ടുള്ള ആത്മബന്ധത്തെ ആഴപ്പെടുത്തുന്നു. വിശുദ്ധി നഷ്ടപ്പെടുത്തുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. രണ്ടാമതായി നമ്മൾ പറഞ്ഞു, വിശുദ്ധി നമ്മെ പ്രയോജനമുള്ളവരും പ്രാപ്തിയുള്ളവരുമാക്കി മാറ്റുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഓർമ്മയുണ്ട്, സാംസന്റെ ജീവിതത്തിൽ സാംസന് ഭയങ്കര ശക്തിയായിരുന്നു. സാംസൻ വിശുദ്ധി നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ അവന് ശക്തി മുഴുവൻ ചോർന്നുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ നമ്മൾ വിശുദ്ധി നഷ്ടപ്പെടുത്തി കളയുമ്പോൾ നമ്മുടെ കൃപകൾ ചോർന്നു പോകും. അച്ഛൻ ഇന്ന് കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമായതുകൊണ്ട് പറയട്ടെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്കറിയാം, വിശുദ്ധി നഷ്ടപ്പെടുത്തിയതിന് ശേഷം പഠിക്കാനിരിക്കുമ്പോൾ പഠിക്കുന്നതൊന്നും മനസ്സിൽ കയറുകയില്ല. പ്രൈസ് ദി ലോർഡ്. മോശമായ ഒരു ചിത്രം കണ്ടതിന് ശേഷം നിങ്ങൾ എത്ര താല്പര്യത്തോടുകൂടെ പഠിക്കാനിരുന്നാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. മോശമായ ഒരു ഫോൺ കോൾ നടത്തിയതിന് ശേഷം നിങ്ങൾ എത്ര താല്പര്യത്തോടുകൂടെ പഠിച്ചിട്ട്, ഫസ്റ്റ് ക്ലാസ് അല്ല മുഴുവനും മേടിക്കണമെന്ന് വിചാരിച്ച് പഠിച്ചിട്ട് തന്നെ കാര്യമെന്ന് വിചാരിച്ചിരുന്നാലും നിങ്ങൾക്ക് എത്ര താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾ വിശുദ്ധിയില്ലാതെയാണ് പഠിക്കാനിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ ആ പഠിക്കുന്നതിൻ്റെ നിങ്ങളുടെ കപ്പാസിറ്റി മുഴുവൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരു വാട്സപ്പിൽ 2-3 ചാറ്റിംഗ് ഒക്കെ നടത്തി 2 ഫോട്ടോ ഒക്കെ വിട്ടതിന് ശേഷം ഇനി ഓഫ് ചെയ്തോ എനിക്ക് പഠിക്കാൻ നേരമായെന്ന് അപ്പുറത്തുള്ള കാമുകനോടോ കാമുകിയോടോ ഒക്കെ പറഞ്ഞിട്ട് ഇപ്പുറത്തിരുന്ന് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് പഠിക്കാനായിട്ട് പുസ്തകം തുറന്നാൽ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ പറഞ്ഞ പോയിന്റ് അപ്ലൈ ചെയ്തതാണ് ജീവിതവുമായിട്ട്. എന്താണ്? വിശുദ്ധി നമ്മെ പ്രയോജനമുള്ളവരും പ്രാപ്തിയുള്ളവരുമാക്കി മാറ്റുന്നു. ദൈവീക കാര്യങ്ങൾക്ക് പ്രയോജനമുള്ളവരും ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ നന്നായി ചെയ്യാൻ പ്രാപ്തിയുള്ളവരുമായി തീരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ ഇപ്പോൾ പറഞ്ഞ കാര്യം കുട്ടികൾക്ക് മാത്രമല്ല, ഏത് ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്കും. അച്ഛൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരു വീട്ടമ്മ
ഒരു തെറ്റായ രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീട്ടമ്മ ആഗ്രഹിക്കുകയാണ് ഇന്ന് നല്ല സൂപ്പർ മീൻകറി ഉണ്ടാക്കണമെന്ന്. അല്ലേ? അയക്കൂറ മേടിച്ചിട്ട് അത് വലിയ ഒരു പാത്രത്തിൽ നിറയെ ഇങ്ങനെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ നിറയുന്ന അത്രയും വലിയ ഒരു അയക്കൂറ മേടിച്ച് വാഴയിലയിൽ പൊതിഞ്ഞ് അതിൻ്റെ മീതെ കുരുമുളകൊക്കെ ഇട്ട് തക്കാളിയൊക്കെ പൂളി വെച്ച് അല്ലേ, പച്ചമുളക് മുറിക്കാതെ സൈഡിൽ വെച്ച് ഉപ്പൊക്കെ മതിയില്ലേ? ഇത്രയും മതിയോ? മഴക്കാലം അല്ലേ, നിങ്ങൾക്ക് മീൻ മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവൂലേ എന്ന് വിചാരിച്ച് അച്ഛൻ പറഞ്ഞതാണ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇതൊക്കെ ചെയ്താലും നിങ്ങൾ വിശുദ്ധിയില്ലാത്തൊരു സമയത്താണ് ഇത് ചെയ്യുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് കഴിക്കുമ്പോൾ ഭർത്താവ് പറയും എന്തുട്ടാ അടി ഇതുണ്ടാക്കിയാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അയ്യോ, കൊച്ചുങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ തല കുമ്പിട്ടിരുന്നവരൊക്കെ ഇങ്ങനെ പൊക്കി നോക്കുന്നുണ്ട്, അയക്കൂറ എവിടെ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരാം. 12 മണിയല്ലേ എന്ന് വിചാരിച്ചച്ഛൻ പറഞ്ഞാണ്, ക്ഷമിക്കണം. അപ്പോൾ തിരിച്ചു വന്നിട്ട് നമ്മൾ പറയുകയാണ്, വിശുദ്ധി നഷ്ടപ്പെടുത്തി കളയുമ്പോൾ നമുക്ക് എന്താണ് നഷ്ടപ്പെടുന്നത്? നമ്മൾ നമ്മുടെ യൂസ്ഫുൾനെസ് ആൻഡ് എഫക്റ്റീവ്നെസ്, നമ്മുടെ പ്രാപ്തി നമ്മൾ അറിയാതെ ഇത് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെക്കുറിച്ച് അച്ഛൻ ഒരു സയന്റിഫിക് എക്സാമ്പിൾ കേട്ടിട്ടുള്ളത് വളരെ വേഗമായിട്ട് അച്ഛൻ്റെ മനസ്സിൽ കിടക്കാണ്. ഒരു മീൻ വെള്ളത്തിലൊരു പാത്രത്തിൽ വെള്ളമെടുത്തു വെച്ച് ഒരു മീനെ ഇട്ടെന്ന് വിചാരിച്ചു. ആ മീന് ചാടിപ്പോകാനുള്ള കഴിവ് ആ വെള്ളത്തിനുണ്ട്. ആ മീനുണ്ട്. ഒരു വെള്ളത്തിൽ കിടക്കുന്ന, ഒരു പാത്രത്തിൽ കിടക്കുന്ന മീന്, നിങ്ങൾ കണമ്പ് പോലെയുള്ള മീനൊക്കെ ചാടിപ്പോകുന്ന മീനുകളാണ്. വാലിട്ടൊരൊറ്റ അടി അടിച്ചത് ഇങ്ങനെ പറന്നു പോകുന്നതാണ്. തിരുത പോലെയൊക്കെയുള്ള മീനുകൾ അച്ഛൻ കണ്ടിട്ടുണ്ട്. 10 അടി പൊക്കത്തിൽ ഇത് നമ്മുടെ വല, നമ്മളിങ്ങനെ ചീന വല പൊക്കുമ്പോൾ അയ്യോ പെട്ടല്ലോ എന്നറിയുമ്പോൾ ഇതിങ്ങനെ വാല് കൊണ്ടൊരൊറ്റ അടി വെള്ളത്തിലടിക്കുകയും ഇതിങ്ങനെ മിസൈല് പോകുന്നത് പോലെ നമ്മുടെ വലയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അച്ഛൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. അതൊരു കാഴ്ചയാണ്, സുന്ദരമായ കാഴ്ചയാണെങ്കിലും അത് പോകുന്നത് കാണുമ്പോൾ ആ കാഴ്ച സുന്ദരമാണ്, പക്ഷെ നമ്മുടെ ഹൃദയം പൊടിഞ്ഞു പോകും. ഹല്ലേലൂയ. അപ്പൊ ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാതിരിക്കാൻ ടങ്ക് കുറച്ച് അങ്ങോട്ട് വേഗം വലിക്കും. പറഞ്ഞു വരുന്നത്, ഇതിന് അങ്ങനെ ഒരു കഴിവുണ്ട്. പക്ഷേ ഒരു പരീക്ഷണം ഇങ്ങനെയാണ് നടത്തിയത്. വെള്ളത്തിൽ ഇതിനിട്ടിരിക്കുന്നു, പതുക്കെ ചൂട് പിടിപ്പിക്കുന്നു. പതുക്കെ ഈ വെള്ളം ചൂട് പിടിപ്പിക്കുന്നു. അപ്പൊ ഈ മീൻ പതുക്കെ തണുപ്പൊക്കെ മാറി ചെറിയൊരു ചൂട്, ആ ചൂടിലിങ്ങനെ കിടക്കുന്നു. വീണ്ടും പതുക്കെ ചൂട് പിടിപ്പിക്കുന്നു. മീൻ അറിയുന്നില്ല ചൂട് പിടിക്കുന്നത്. ചൂട് പിടിക്കുന്നു. പതുക്കെ ഈ മീന് ഇതിൽ നിന്ന് ചാടിപ്പോകാനുള്ള മീൻ്റെ കഴിവ് നഷ്ടപ്പെടും. പിന്നെ അതിന് അയ്യോ പെട്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കയറി പിടിക്കുമ്പോഴും അതിന് കുതറാൻ പറ്റുന്നില്ല, ചാടിപ്പോകാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ കയറി പിടിച്ച ഒറ്റ കുതറുന്ന മീനാണ്. പക്ഷെ ഈ ചൂടുവെള്ളത്തിൽ പതുക്കെ കിടന്ന് അതിൻ്റെ ശക്തി ക്ഷയിച്ചത് അതറിഞ്ഞില്ല. സാംസനിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വിട്ടുപോയത് സാംസൻ അറിഞ്ഞില്ല. അവൻ കുതറാൻ നോക്കിയിട്ട് കുതറാൻ പറ്റിയില്ല. ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ, അശുദ്ധിയിൽ ജീവിക്കുന്ന മനുഷ്യർ പതുക്കെ ചെറിയ തോതിൽ തുടങ്ങി വലിയ തോതിൽ ചൂട് പിടിച്ചപ്പോൾ മനസ്സിലായി അയ്യോ ഞാൻ പെട്ടുകിടക്കാണ്, അന്ന് ഇനി രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് കുതിർന്ന സമയത്ത് കൈ അനങ്ങുന്നില്ല, കാലനങ്ങുന്നില്ല, നമ്പർ ബ്ലോക്കാക്കാൻ പറ്റുന്നില്ല. പിടികിട്ടിയോ? വാട്സപ്പ് ബ്ലോക്കാക്കാൻ. ഹല്ലേലൂയ. അപ്പൊ അത്രയും മതി. പറഞ്ഞു വരുന്നത്,
വിശുദ്ധി നമ്മെ ഉപകാരമുള്ളവരും പ്രയോജനമുള്ളവരും പ്രാപ്തിയുള്ളവരുമാക്കുന്നു. അശുദ്ധി നമ്മെ നമ്മുടെ പ്രാപ്തി ഇല്ലാതെയാക്കുന്നു. മൂന്നാമതായി നമ്മൾ പറഞ്ഞു, നമ്മുടെ വിശുദ്ധമായ ജീവിതം കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടവരുന്നു. നമ്മൾ പറഞ്ഞ ഉദാഹരണങ്ങൾ, മരിയ ഗൊരത്തിയുടെ ഉദാഹരണം പറഞ്ഞു, കാർലോസ് അക്വിറ്റസിന്റെ ഉദാഹരണം പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച റീത്ത പുണ്യവതിയുടെ ഉദാഹരണം പറഞ്ഞു. പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഉദാഹരണം ഉണ്ട്, ചിലപ്പോൾ പറയുന്നില്ല, വിശുദ്ധ ആഗ്നസിന്റെ ഉദാഹരണമാണ്. അവിടെ നിൽക്കട്ടെ. നാലാമതായി, വിശുദ്ധി നമ്മുടെ ഹൃദയത്തിലുള്ള സമാധാനത്തെ ബിൽഡപ്പ് ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ സമാധാനം കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് വിശുദ്ധി. നമുക്ക് വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സമാധാനം നഷ്ടപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്താണ് സമാധാനമെന്ന് സെബാസ്റ്റ്യൻ കാലത്ത് പറഞ്ഞു. എന്താണ് സമാധാനം? സമാധാനം എന്ന് പറഞ്ഞാൽ സൗഹൃദമല്ല, കൂട്ടായ്മയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൂട്ടായ്മ, അത് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയെ കുറിച്ചാണ് നമ്മൾ ഈ വിശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ദൈവവുമായിട്ട് കൂട്ടായ്മയിലാണെങ്കിൽ എനിക്ക് സമാധാനമുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദൈവവുമായിട്ട് കൂട്ടായ്മയിലല്ല എങ്കിൽ ഈ ലോകത്തിലുള്ള പലരുമായിട്ട് കൂട്ടായ്മ, സോളമൻ ഉണ്ടാക്കിയ കൂട്ടായ്മ അങ്ങനെയായിരുന്നു. സോളമന്റെ കാലത്ത് സോളമന് പലരുമായിട്ടും ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരുന്നു. ടർക്കിയിലെ രാജാവായിട്ടുള്ള ആളുമായിട്ട്, വിജാതീയരാണെങ്കിലും അയാളുമായിട്ട് ഭയങ്കര കൂട്ടം, ടൈപ്പ്. ഈജിപ്തിലെ രാജാവുമായിട്ട് ഭയങ്കര ടൈപ്പ്. ഇന്ന് ഇത്തിരി കുറച്ചും കൂടി ദൂരെയുള്ള ഷേബ രാജ്ഞിയുമായിട്ടും ടൈപ്പ്. അല്ലെ, പോസിറ്റീവായിട്ട് അച്ഛൻ പറഞ്ഞ അങ്ങനെ എല്ലാ രാജ്യവുമായിട്ടും ടൈപ്പ് ഉണ്ടാക്കാൻ നടന്നപ്പോൾ സോളമന് സംഭവിച്ചത് ദൈവവുമായിട്ടുള്ള ടൈപ്പ് പോയി. അപ്പോ സമാധാനം ഒടുവിൽ ഇല്ലാതെയായി. നല്ല രീതിയിൽ തുടങ്ങിയതാണ് കൊച്ച്, അവസാനം ഏറ്റവും മോശപ്പെട്ട ഒരാളായി അവസാനിപ്പിച്ചൊരു ചരിത്രമാണ് സോളമന്റെ ചരിത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഡാനിയേൽ അച്ഛന്റെ ബൈബിൾ റീഡിംഗ് ഫോളോ ചെയ്യുന്നവരൊന്ന് കൈ ഉയർത്താം. എല്ലാ ദിവസവും വചനം കേൾക്കുന്നത്. ഈ ദിവസങ്ങളിൽ സോളമനെ കുറിച്ചുള്ള വായനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ വചന പാരായണത്തിൽ പങ്കുചേരുന്നത് നല്ലതായിരിക്കുമെന്ന് അച്ഛൻ നിങ്ങളെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടെങ്കിൽ പരിചയപ്പെടുത്താൻ വേണ്ടി അച്ഛൻ പറയുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പാപം ചെയ്തപ്പോൾ ദാവീദിന് എന്താണ് നഷ്ടപ്പെട്ടത്? സമാധാനം പോയി. പാപം ചെയ്തപ്പോൾ ദാവീദിന് സമാധാനം പോയി. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഉറിയെ വിളിക്കാൻ പറയുന്നു, ഉറിയെ വിളിച്ചു കള്ള് കൊടുക്കുന്നു, ചോറ് കൊടുക്കുന്നു, വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ പറയുന്നു. അത് നടന്നില്ല എന്ന് പറയുമ്പോൾ അവനെ കൊന്നുകളയാൻ പറയുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? ഉള്ളിലുള്ള സമാധാനം പോയി. പിന്നെ എന്താണ് പറയുന്നതെന്ന്, എന്താണ് ചെയ്യുന്നതെന്ന്, സ്വന്തം ആളെയാണ് കൊലക്ക് കൊടുക്കാൻ പോകുന്നതെന്ന് പോലും അയാളുടെ മനസ്സിൽ അയാൾക്ക് ബോധ്യമുണ്ടാകുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നവനെ, വിശ്വസ്തയോടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നവനെ കൊന്നുകളയുന്നതിന് വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്ന, കൊന്നുകളയുന്നതിന് വേണ്ടി കൊട്ടേഷൻ, സ്വന്തം ആളെ കൊന്നുകളയുന്നതിന് വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്നത്. ഒരു മകൻ വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ എന്നെ തല്ലാനായിട്ട് ആള് വന്നു, അവര് കൊട്ടേഷൻ ടീമാണ് വന്നത്. അച്ഛൻ ചോദിച്ചു, നിന്നെ കൊല്ലാൻ ആരാടാ ഈ കൊട്ടേഷൻ കൊടുത്തത്? അച്ഛൻ പുറത്ത് പറയരുത്, എൻ്റെ അപ്പനാണെന്ന്. അച്ഛൻ ഇത് പുറത്ത് പറഞ്ഞിട്ടില്ല, ഇനി പറയേയില്ല. നിങ്ങൾ അവിടെ ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങളും പറയരുത്. ഹല്ലേലൂയ.
അപ്പം കൊട്ടേഷൻ കൊടുത്തിരിക്കാം. സ്ഥലത്തിന്റെ പേരൊന്നും പറയുന്നില്ല. എന്തായാലും കണ്ണൂർ ജില്ലയല്ല. കൈയടിച്ച് കർത്താവിന് നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുപോലെ സമാധാനം നഷ്ടപ്പെട്ട ദാവീദ്, വിശുദ്ധി നഷ്ടപ്പെട്ടപ്പോൾ അവന് സമാധാനം നഷ്ടപ്പെട്ടു. അഞ്ചാമതായിട്ട് നിത്യതയുടെ സന്തോഷം ലഭിക്കുന്നു എന്നതാണ്. നിത്യതയുടെ സന്തോഷം അച്ഛൻ കഴിഞ്ഞ ആഴ്ച വായിച്ചത്. അതായത് വിശുദ്ധിയിൽ ജീവിച്ചാൽ എന്താണ് ഗുണം എന്നറിഞ്ഞാലല്ലേ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുകയുള്ളൂ. അതാണ് ഹെബ്രായ ലേഖനം 12:14 വായിക്കുന്നത്. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വെറുതെ വീട്ടിലിരുന്നാൽ കിട്ടുന്നതല്ല വിശുദ്ധി, അത് പരിശ്രമിച്ച് നേടിയെടുക്കേണ്ടതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വെളിപാടിന്റെ പുസ്തകത്തിൽ ഒരു സമ്മാനം, നിത്യതയുടെ സന്തോഷത്തെക്കുറിച്ച്, ഒരു വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്കുള്ള ഒരു സമ്മാനം വെളിപാടിന്റെ പുസ്തകം 14-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിലുണ്ട്. കഴിഞ്ഞ ആഴ്ച അച്ഛൻ പറയാതിരുന്നത് കൊണ്ട് ഇന്ന് പറയുന്നതാണ്. വായിക്കാം. ഒരു കുഞ്ഞാട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ മിനിറ്റ്. യെസ്. ഒരു കുഞ്ഞാട് സിയോൻ മലയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവനോടുകൂടെ 144,000 പേരും. വായിച്ചോ. അവരുടെ നെറ്റിയിൽ അവന്റെ നാമവും അവന്റെ പിതാവിന്റെ നാമവും എഴുതിയിട്ടുണ്ട്. ആരുടെ നെറ്റിയിൽ? 144,000 പേരുടെ നെറ്റിയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ചില ആളുകൾ ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, ആകെ രക്ഷ പ്രാപിക്കാൻ പോകുന്നത് 144,000 പേരാണ് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് അവര് പറഞ്ഞു, ഞങ്ങളോടുകൂടെ പേടകത്തിലായിരിക്കുന്നവർ മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ. അതുകൊണ്ട് രക്ഷ പ്രാപിക്കാൻ ആഗ്രഹമുള്ളവർ സ്വന്തം വീടും സ്ഥലത്തിന്റെയും ഒക്കെ ആധാരം എടുത്തുകൊണ്ട് ഇരിഞ്ഞാലക്കുടയിലുള്ള പെട്ടകത്തിലേക്ക് വരിക എന്ന് പറയുകയും പലരും ഇവിടെ നിന്ന് പോവുകയും ചെയ്തു എന്നത് ഒരു ചരിത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആരാണ് ഈ 144,000 പേര് എന്ന് ഇവിടെ വചനം ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞുതരാം. അവരുടെ നെറ്റിയിൽ അവന്റെ നാമവും അവന്റെ പിതാവിന്റെ നാമവും എഴുതിയിട്ടുണ്ട്. തുടർന്ന് വായിച്ചേ. വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പൽ പോലെയും വലിയ ഇടിനാദം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു. വീണക്കാർ വീണമീട്ടുന്നത് പോലെ ഒരു ശബ്ദം. ഹല്ലേലൂയ. അപ്പോൾ ഈ 144,000 പേര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അവര് സ്തുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അവർ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം പലരും, ഇരിഞ്ഞാലക്കുടയിലുള്ള പെട്ടകത്തിൽ പുറത്തു വന്നതിന് ശേഷം പുറത്തു വന്നവർ പലരും പറയുന്നത്, ഈ പെട്ടകത്തിൽ വലിയ അധാർമികതയാണ്, ഇമ്മൊറാലിറ്റിയാണ്, അശുദ്ധിയാണ് എന്നാണ്. പക്ഷേ കർത്താവ് പറഞ്ഞിട്ടുള്ള മലമുകളിൽ കഴിയുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവാരാധനയാണ്. 3-ാമത്തെ തിരുവചനം വായിക്കാം. അവർ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും മുൻപാകെ ഒരു പുതിയ ഗാനം ആലപിച്ചു. ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർ ഇതാ ഒരു പുതിയ ഗാനം ആലപിക്കുന്നു, സ്തുതികീർത്തനം ആലപിക്കുന്നു, ദൈവസ്തുതികൾ ആലപിക്കുന്നു. തുടർന്ന് വായിച്ചേ. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട 144,000 എന്ന് പറഞ്ഞാൽ 1,00,000
144,000. അതാണ് 144,000 എന്ന് പറഞ്ഞത്. യെസ്, 144,000 പേരൊഴികെ ആർക്കും ആ ഗാനം പഠിക്കാൻ കഴിഞ്ഞില്ല. ഇനി ഇവരാരാണ്? ഈ പുതിയ ഗാനം പാടിയവർ, സ്വർഗത്തിന്റെ ഗാനം പാടിയവർ, ഈ കുഞ്ഞാടിനോടുകൂടെ കുഞ്ഞാട് പോകുന്നിടത്തെല്ലാം കുഞ്ഞാടിനെ അനുഗമിക്കുമെന്ന് വചനം വാഗ്ദാനം ചെയ്തിട്ടുള്ളവർ ആരാണ്? അതാണ് 4-ാമത്തെ തിരുവചനം. വായിക്കാം. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്, അവർ ബ്രഹ്മചാരികളുമാണ്. ഹല്ലേലൂയ. തുടർന്ന് വായിച്ചേ. അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ. ഹല്ലേലൂയ. അപ്പോൾ കുഞ്ഞാട് പോകുന്നിടത്തെല്ലാം കുഞ്ഞാടിനെ അനുഗമിക്കുവാൻ നമുക്ക് വേണ്ട യോഗ്യത എന്താണ്? മലിനരാകാതിരിക്കുക എന്നതാണ്. കൈയടിച്ച് കർത്താവിനെ നന്ദി പറയാം. പുരുഷനോട് ചേർന്ന് സ്ത്രീയോട് ചേർന്ന്, അതായത് അവിശ്വസ്തതയിൽ, ദാമ്പത്യ വിശ്വസ്തതയെക്കുറിച്ചല്ല, ദാമ്പത്യ ധർമ്മത്തെക്കുറിച്ചല്ല ഇത് പറയുന്നത്. കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശുദ്ധരായി മലിനരാകാതെ പാപം ചെയ്യാതെ ജീവിക്കുന്നവരെ കുറിച്ചാണ്. ഹല്ലേലൂയ. ഇനി തുടർന്ന് വായിച്ചേ. അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യ ഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. അതായത് വിശുദ്ധിയിൽ ജീവിക്കാൻ, ആത്മപരിത്യാഗത്തിൽ ജീവിക്കാൻ, പരിശുദ്ധ അമ്മയെ പോലെ, വിശുദ്ധ ഔസേ പിതാവിനെ പോലെ ആത്മപരിത്യാഗത്തിൽ, ആത്മനിയന്ത്രണത്തിൽ, വിശുദ്ധിയിൽ ജീവിക്കാൻ തീരുമാനിച്ചവർക്ക് സ്വർഗം ഒരു പ്രത്യേകമായ കൃപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പറഞ്ഞു വരുന്നത്, വിശുദ്ധിയിൽ ജീവിക്കുന്നത് മൂലം നിനക്ക് നിത്യതയുടെ സന്തോഷമുണ്ടാകുന്നു. കർത്താവിന്റെ കൂടെ, കുഞ്ഞാടിന്റെ കൂടെ, കുഞ്ഞാട് പോകുന്നിടത്തെല്ലാം അവനെ അനുഗമിച്ചുകൊണ്ട് അവന്റെ പാട്ട് പാടാൻ നിനക്ക് കർത്താവ് കൃപ തരുന്നു. ഹല്ലേലൂയ. ഇനി മറ്റൊരു വചനം കഴിഞ്ഞ ആഴ്ച വായിച്ചത്. ഇനി 6-ാമതായി ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നു. നമ്മൾ ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 19 മുതൽ അത് വായിച്ചിട്ട് പറഞ്ഞതാണ്. നിഷ്കളങ്ക മനസാക്ഷിയോടുകൂടെ, കറയില്ലാത്ത മനസാക്ഷിയോടുകൂടെ ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. വിശുദ്ധ ജീവിതം നയിക്കുന്നത് കൊണ്ടുള്ള 7-ാമത്തെ ഗുണം, അത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാരെയാണ് പ്രസാദിപ്പിക്കുന്നത്? നിങ്ങൾ ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കാൻ പരിശ്രമിക്കുവിൻ. 2017 നമ്മളൊരു പ്രഭാഷണ പരമ്പര, 3 വർഷം നീണ്ട, കോവിഡ് വരെ നീണ്ട ഒരു പ്രഭാഷണ പരമ്പരയുടെ തീം, 120 എപ്പിസോഡുകളുള്ള പ്രഭാഷണ പരമ്പരയുടെ തീം കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്നതായി, പ്രീതികരമായ ജീവിതം. സോളി ചേച്ചി അത് ഒരെണ്ണം പോലും മുടക്കം കൂടാതെ പങ്കെടുത്ത് ഫസ്റ്റ് പ്രൈസ് മേടിച്ചിട്ടുള്ളതാണ്. കൈയടിച്ച് കർത്താവിന് ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് പ്രീതികരമായ ജീവിതം എങ്ങനെ നയിക്കാം? അപ്പോൾ നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുന്നത് കർത്താവിനെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിന് സന്തോഷമുണ്ടായാൽ പിന്നെ എന്താണ് ഗുണം? കർത്താവിന് സന്തോഷം ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, അപ്പന് സന്തോഷം ഉണ്ടായ പിന്നെ ഒന്നും നോക്കണ്ട. ഹല്ലേലൂയ. അപ്പനുള്ളത് മുഴുവനും എടുത്തു തരും. സന്തോഷം ഉണ്ടായാ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിങ്ങനെ മുഴുവനും എടുത്തു തരാത്തതിന്റെ കാരണം എന്താണ്? നമ്മൾ വേണ്ടതുപോലെ കർത്താവിനെ സന്തോഷിപ്പിക്കുന്നില്ല എന്നതാണ്. യെസ്,
ശരി. എട്ടാമതായി, വിശുദ്ധി നിന്നെ ആരാധകനാക്കുന്നു, ആരാധിക്കാനുള്ള യോഗ്യത നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രഗീതം ആർക്കാണ് ഇണങ്ങാത്തത്? പാപിക്ക് ഇണങ്ങുന്നില്ല. അപ്പോൾ ആരുടെ അധരത്തിലേക്കാണ് കർത്താവ് സ്തോത്രഗീതം നൽകുന്നത്? വിശുദ്ധിയിൽ ജീവിക്കുകയോ അല്ലെങ്കിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നവരുടെ അധരത്തിലേക്കാണ്. വിവാഹ വസ്ത്രമില്ലാത്തവനെ പുറത്ത് അന്ധകാരത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതിന്റെ കാര്യം എന്താണ്? ഒരു കാര്യം നമ്മൾ ആവർത്തിച്ച് കേൾക്കുമ്പോഴാണ് അത് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയുന്നത്. ടി വിയിൽ പരസ്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ, എത്ര പ്രാവശ്യമാണ് പറയുന്നത് അല്ലേ? ഒരു പരസ്യം തന്നെ എത്ര പ്രാവശ്യം, ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കേട്ട് നമ്മൾ വിചാരിക്കും ലക്സ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ ഗ്ലാമർ. ഇത് കേട്ട് വിശ്വസിച്ച്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അച്ഛൻ കേട്ടായിരുന്നു, ഒറീസ പോയപ്പോൾ ആരോ പറഞ്ഞത് കേട്ടതാണ്. പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നു, ഒരു ഫെയർ ആൻഡ് ലവ്ലി എന്ന് പറഞ്ഞൊരു സാധനം ഇറങ്ങിയായിരുന്നു അല്ലേ? അതിൻ്റെ പരസ്യം എങ്ങനെ അവർ പരസ്യം കൊടുത്ത് ഇത് തേക്കാത്ത പിള്ളേരില്ലാന്നായി ഇല്ലേ? അത് പണ്ട് തേച്ച് പലരും പാണ്ട് വന്ന പലരും ഇപ്പം ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഭയങ്കര പരസ്യമായിരുന്നു അല്ലേ? ഇപ്പൊ ആ സാധനം ഉണ്ടോ? ഹല്ലേലൂയ. അപ്പൊ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് ഇത്രയും അത് മനസ്സിൽ പിള്ളേർ ആഴത്തിൽ, കൊച്ചുങ്ങൾ തുടങ്ങി ആഴത്തിൽ പതിഞ്ഞു. പരസ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നല്ല കാര്യങ്ങൾക്ക്, ഈ വചനത്തിന് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ ഇത് പറയുന്ന ആളുടെ മനസ്സിലും കേൾക്കുന്നവരുടെ മനസ്സിലും ഇത് എന്ത് ചെയ്യും? ആഴത്തിൽ പതിയണം. അങ്ങനെ പതിഞ്ഞ് അത് കിടക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഇനി അച്ഛൻ പറഞ്ഞു തുടങ്ങുകയാണ്, വിശുദ്ധിയിൽ വളരുന്നതിന്. വിശുദ്ധിയിൽ നമ്മളിപ്പോ വിശുദ്ധി പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പഠിക്കുന്നവർക്കാണെങ്കിലും ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും യുവതി യുവാക്കൾക്കാണെങ്കിലും കുടുംബജീവിതം നയിക്കുന്നവർക്കാണെങ്കിലും വിശുദ്ധി പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വിശുദ്ധിയിൽ വളരാൻ എനിക്കെങ്ങനെ സാധിക്കും? വിശുദ്ധിയിൽ വളരാൻ എനിക്ക് എങ്ങനെ സാധിക്കും? കാരണം നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു. നമുക്ക് ഇന്നുള്ള വിശുദ്ധി പോരാ. ഇന്നുള്ള വിശുദ്ധി മതിയോ? പലർക്കും മതി എന്നുള്ളതുകൊണ്ടാണെന്നോ ഞാൻ പറയുന്നില്ല. ഇന്നുള്ള വിശുദ്ധി മതിയോ? ഇത്തിരി കൂടി സ്വരത്തിൽ പറ. ഇന്നുള്ള വിശുദ്ധി മതിയോ? ഭാര്യമാര് ഭർത്താക്കന്മാര് കേൾക്കാവുന്ന സ്വരത്തിൽ പറ. ഇന്നുള്ള വിശുദ്ധി മതിയോ? ഭർത്താക്കന്മാര് ഭാര്യമാര് കേൾക്കാവുന്ന സ്വരത്തിൽ പറ. ഇന്നുള്ള വിശുദ്ധി മതിയോ? മക്കള് മാതാപിതാക്കള് കേൾക്കാവുന്ന സ്വരത്തിൽ ഒന്ന് പറഞ്ഞ്, കുഞ്ഞുമക്കളെ ഇന്നുള്ള വിശുദ്ധി മതിയോ? ഒറ്റെണ്ണം മിണ്ടുന്നില്ല. മക്കൾക്ക് ഇന്നുള്ള വിശുദ്ധി മതിയോ? യെസ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് മാതാപിതാക്കൾക്ക് മക്കൾക്ക് മാത്രമല്ല, അച്ഛന് ഇന്നുള്ള വിശുദ്ധി മതിയോ? സ്വരത്തി പറഞ്ഞു, ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല. പോരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നുള്ള വിശുദ്ധി കൊണ്ട് സ്വർഗത്തിന്റെ പടി കാണാൻ പറ്റില്ല, അതിന്റെ അടുത്ത് പോലും ചെല്ലാൻ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇന്നുള്ള വിശുദ്ധി പോരാ. ആർക്ക്? അച്ഛന്. ഹല്ലേലൂയ. അപ്പോൾ അതൊന്ന്. രണ്ട്, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ ഇന്നുള്ള കൃപയും പോരാ. രണ്ട് കാര്യങ്ങളാണ്. ഇന്നുള്ള വിശുദ്ധി പോരാ എന്ന് മാത്രമല്ല, ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് ഇന്നുള്ള കൃപയും
പോരാ. അതുകൊണ്ടാണ് വചനം പറയുന്നത് കൃപയ്ക്ക് മേൽ കൃപ വർദ്ധിക്കണമെന്ന്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. നമുക്ക് എന്ത് വർദ്ധിക്കണം? കൃപയ്ക്ക് മേൽ കൃപ വർദ്ധിക്കണം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, പ്രാർത്ഥനയിൽ പങ്കെടുക്കാനായിട്ട് അനുകൂലമായ കാലാവസ്ഥ തരട്ടെ. അങ്ങനെയാണ് പെരുമഴ പെയ്യുകയും കളക്ടർ ഇന്ന് ബാങ്കിനടക്കം എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു. പലരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അച്ഛൻ ഒരു വ്യാഴാഴ്ച ഒരു അവധി കിട്ടിയിരുന്നെങ്കിൽ പള്ളിയിൽ വരായിരുന്നു എന്ന് ആഗ്രഹിച്ച പലരും ഇന്ന് വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ. എല്ലാ വ്യാഴാഴ്ചയും അവധിയാവട്ടെ, എന്നിട്ട് ശനിയാഴ്ച വർക്കിംഗ് ഡേ ആയിക്കോട്ടെ, അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പറയാണ്, അപ്പോൾ ഒന്നാമത് 2 കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. ഒന്ന്, നമുക്ക് ഇന്നുള്ള വിശുദ്ധി പോരാ എന്നുള്ളൊരു, പലതും പോരാന്ന് നമ്മൾ പറയാറുണ്ട്, പക്ഷെ വിശുദ്ധി പോരാന്ന് നമ്മൾ ഇല്ലേ? കാശൊക്കെ എങ്ങനെ ഉണ്ട്? ഉണ്ടച്ച, പക്ഷെ അത് പോരാ. സമാധാനം എങ്ങനെ ഉണ്ട്? ഉണ്ടച്ച, പക്ഷെ അത് പോരാ. ഭർത്താവിന്റെ സ്നേഹമൊക്കെ അങ്ങനെ ഉണ്ട്, പക്ഷെ അത് പോരാ. അങ്ങനെ പലതും പോരാ. മാർക്കൊക്കെ അങ്ങനെ ഉണ്ട്, പക്ഷെ അത് പോരാ. 97% കിട്ടി, പക്ഷെ അത് പോരാ. പലതും പോരാ എന്ന് നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ വിശുദ്ധി, എനിക്ക് ഇന്നുള്ള വിശുദ്ധി പോരാ എന്ന് നമ്മൾ കർത്താവിന്റെ മുമ്പിൽ നിന്ന് ഓരോ ദിവസവും പ്രിയപ്പെട്ടവരെ പറയണം. എൻ്റെ കണ്ണിന്റെ വിശുദ്ധി ഇന്നുള്ളത് പോരാ, എൻ്റെ ചിന്തയുടെ വിശുദ്ധി ഇന്നുള്ളത് പോരാ, എൻ്റെ ആഗ്രഹങ്ങളുടെ വിശുദ്ധി ഇന്നുള്ളത് പോരാ, ഇത് പോരാ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്നിട്ട് മറ്റൊരു കാര്യം, പോരാ എന്ന് പറഞ്ഞാൽ പോരാ, ഇത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ ഇന്നുള്ള കൃപയും പോരാ എന്ന് എനിക്ക് എൻ്റെ കഴിവുണ്ട്. ചില ആളുകൾ പറയുന്ന കേട്ടോ, ഞാൻ വിചാരിച്ച ഇതൊക്കെ വേണ്ടാന്ന് വെക്കാൻ പറ്റുന്നുള്ളൂ. ഇന്ന് വേണ്ടാന്ന് വെക്കണോ? ഞാൻ ഇന്ന് വേണ്ടാന്ന് വെക്കാം. അന്ന് വേണ്ടാന്ന് നോക്ക്. ഇല്ല, 2 ദിവസം കഴിയട്ടെ. ഇന്ന് ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അച്ഛൻ പറ, ഞാൻ ഇന്ന് ഉപേക്ഷിക്കാം. അന്ന് ഇന്ന് ഉപേക്ഷിക്കും. ഞാനൊന്ന് 2 ദിവസം കഴിയട്ടെ. എനിക്ക് വേണ്ടാന്ന് വെച്ചാൽ എനിക്ക് വേണ്ടാന്ന് വെക്കാവുന്നുള്ളൂ, എനിക്ക് വേണമെന്ന് വെച്ചാൽ എനിക്ക് വേണമെന്ന് വെക്കാം. ഞാനൊക്കെ ഇതിൻ്റെ ഒക്കെ നമ്മൾ ഇതൊക്കെ കൺട്രോളുള്ള ആളുകളല്ലേ എന്ന് പറയുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, മനസ്സിൽ വെച്ചോ, നമ്മുടെ കൃപ, നമ്മുടെ ശക്തി അത് തികയുകയില്ല. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അപ്പോൾ വിശുദ്ധിയിൽ നമ്മെ ജീവിക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന ഒന്നാമത്തെ ഒരു കാര്യം ദൈവ സാന്നിധ്യം അനുഭവിക്കുക എന്നതാണ്. ഹല്ലേലൂയ. എന്താണ് വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന ഒന്നാമത്തെ ഘടകം? പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യം അനുഭവിക്കുക എന്നതാണ്. ഒരു ഉദാഹരണം അച്ഛൻ വായിക്കാം. ദാനിയേലിന്റെ പുസ്തകം 13-ാം അധ്യായം 23-ാമത്തെ തിരുവചനം വായിക്കാം. ദാനിയേലിന്റെ പുസ്തകം 13-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. വായിച്ചോ. കർത്താവിന്റെ മുൻപിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങളുടെ പിടിയിൽ പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കൊച്ചുങ്ങൾ ആരെങ്കിലും പറഞ്ഞു ഇത് ആരുടെ ഡയലോഗാണ്? വെരി ഗുഡ്, കൈയടിച്ചത് നന്ദി പറയാം. ഒരു പെൺകുട്ടി, കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു പെൺകുട്ടി, മക്കളുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അല്ലേ? ഹല്ലേലൂയ. ഈ പെൺകുട്ടിക്ക് ഒരു അപകടം സംഭവിച്ചു. അവൾ തോഴിമാരുമായിട്ട് കുളിക്കാൻ പോയ സമയത്ത് ന്യായാധിപന്മാരായിട്ടുണ്ടായിരുന്നവര് 2 പേര് ഇവളെ ഒറ്റയ്ക്കിട്ട് പൂട്ടി. എന്നിട്ട് പറഞ്ഞു, ആരും അറിയുകയില്ല, ആരും കാണുകയില്ല, ഞങ്ങളോടൊത്ത് ശയിക്കുക. ഹല്ലേലൂയ. ആരും അറിയാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. പ്രോമിസാണ്, ഓഫറാണ്. അല്ലെങ്കിൽ പിന്നെ ഭീഷണിയാണ്, നീ ഇനി ഇതിന് സമ്മതിക്കുന്നില്ല എങ്കിൽ നിന്നോടുകൂടെ ഈ തോട്ടത്തിൽ വേറൊരാൾ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ സാക്ഷ്യം പറയുകയും അങ്ങനെ വ്യഭിചാര കുറ്റത്തിന് നീ കൊല്ലപ്പെടുകയും ചെയ്യും. നിനക്ക് മരിക്കണോ ജീവിക്കണോ?
അവള് പറയുകയാണ്, എനിക്ക് മരിക്കേണ്ടി വന്നാലും ഞാൻ പാപം ചെയ്യുകയില്ല. കാരണം അവൾ പറയുന്ന ഡയലോഗാണ് ഇവിടെ പ്രസക്തം. കർത്താവിന്റെ മുൻപിൽ പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതാണ് അവളുടെ ഡയലോഗിന്റെ അർത്ഥം. ഞാനിപ്പോൾ നിൽക്കുന്നത്, ഇവര് ന്യായാധിപന്മാര് പറയുന്നത് ഇവിടെ ആരും കാണാനില്ല, തോട്ടത്തിന്റെ വാതിലുകളൊക്കെ ഞങ്ങൾ അടച്ചിട്ടുണ്ട്, ഇവിടെ ആരുമില്ല എന്നാണ്. പക്ഷെ അവള് പറയുന്നത് ഞാൻ കർത്താവിന്റെ മുൻപിലാണ് എന്നതാണ്. പ്രിയപ്പെട്ട കുഞ്ഞെ, നീ മുറിയടച്ച് വാതിലടച്ച് നീ മുറിയിൽ ഇരുന്ന് വീഡിയോ കോൾ ചെയ്യുന്നത് ആരും കാണാനില്ല. ആരും കാണാനില്ലെങ്കിലും നീ അറിയണം, നീ കർത്താവിന്റെ മുൻപിലാണ്. ഒരു സഹോദരി പറഞ്ഞു, ഞാനൊരു വിവാഹിതനായിട്ടുള്ള വ്യക്തിയുമായി, ഇവരും വിവാഹിതയാണ് അവരും വിവാഹിതയാണ്, കഴിഞ്ഞ 2 കൊല്ലങ്ങളായി ദമ്പതികളെ പോലെയാണ് കഴിയുന്നത്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ഇത് ആരും അറിയുന്നില്ലേ? ഇവളും വിവാഹിതയാണ് അവനും വിവാഹിതയാണ്. 2 വർഷമായി എല്ലാ ദിവസവും രാത്രിയിൽ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് കഴിയുന്നത്. അപ്പൊ അച്ഛൻ ഒന്നും മിണ്ടാനില്ല. അപ്പൊ പക്ഷേ ഞങ്ങൾ ആകെ 1 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ നേരിട്ട്. അത് ശരി. പ്രിയപ്പെട്ടവരെ, വീഡിയോ കോള് വഴി വിവാഹി ദമ്പതികളെ പോലെ 2 വർഷമായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, നീ മനുഷ്യരുടെ മുൻപിൽ പിടിക്കപ്പെടാതിരിക്കുമ്പോഴും നീ കർത്താവിന്റെ മുൻപിൽ കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതാണ് പറയുന്നത്, കർത്താവിന്റെ മുമ്പിൽ. ജോസഫിന്റെ ഉദാഹരണവും നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 37 7 മുതൽ 10 വരെ വായിക്കാം. ജോസഫ് വടിവത്ത ശരീരമുള്ളവനും സുമുഖനുമായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവന്റെ യജമാനന്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നി. എന്റെ കൂടെ ശയിക്കുക അവൾ അവനോട് ആവശ്യപ്പെട്ടു. പക്ഷേ അവൻ വഴങ്ങിയില്ല. ഇനി ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് ജോസഫ് യജമാനത്തിക്ക് വഴങ്ങാതിരുന്നത് എന്നതിൻ്റെ കാരണമാണ് ജോസഫ് പറയുന്നത്. അവൻ പറഞ്ഞു, ഞാനുള്ളത് കൊണ്ട് യജമാനൻ വീട്ടിലുള്ള ഒന്നിനെ കുറിച്ച് ശ്രദ്ധിക്കാറില്ല. എല്ലാം അവൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നേക്കാൾ വലിയവനായ ആരും ഈ ഭവനത്തിലില്ല. എൻ്റെ മേൽനോട്ടത്തിൽ നിന്ന് നിങ്ങളെയല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല. അത് നിങ്ങൾ അവൻ്റെ ഭാര്യയായതുകൊണ്ടാണ്. ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക? ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം ചെയ്യാനുള്ള ക്ഷണമുണ്ടായപ്പോൾ ജോസഫ് പറയുന്നത് വേണ്ട, യജമാനൻ എങ്ങാനും അറിഞ്ഞ എന്നെ കൊന്നുകളയും എന്നല്ല. ജോസഫിനറിയാം, ജോസഫ് തൊട്ട് മുമ്പ് പറയുന്ന കാര്യങ്ങൾ യജമാനൻ ഒന്നും ശ്രദ്ധിക്കാറില്ല. ഇനി ഇങ്ങനെ ഒരു കാര്യം നടന്നാലും യജമാനൻ അറിയുകയില്ല. പക്ഷേ ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക എന്നാണ്. ജോസഫ് തന്നെ കണ്ടത്, ഞാൻ ദൈവ സാന്നിധ്യത്തിലാണ്. എൻ്റെ ഈ പാപം മനുഷ്യനെതിരെയല്ല, മനുഷ്യനെതിരെ എന്നതിനേക്കാൾ ദൈവത്തിനെതിരെ എന്നതാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും ആരുടെ കൺമുൻപിലാണ്? ദൈവത്തിന്റെ കൺമുൻപിലാണ്. 139-ാം സങ്കീർത്തനം 1 മുതലുള്ള തിരുവചനങ്ങൾ മനോഹരമാണ്. 139-ാമത്തെ സങ്കീർത്തനം വായിച്ചേ. കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. അതായത് എൻ്റെ ബോഡിയുടെ പൊസിഷൻ, ബോഡി പോസ്ചർ ആരറിയുന്നു?
ഞാൻ ഇരിക്കുകയാണോ, ഞാൻ നിൽക്കുകയാണോ, ഞാൻ കിടക്കുകയാണോ, ഞാൻ നടക്കുകയാണോ, ഞാൻ തലകുത്തി നിൽക്കുക? ആരറിയുന്നു? എന്റെ കർത്താവ് അറിയുന്നു. ഹല്ലേലൂയ. അപ്പൊ എന്റെ ശരീരത്തിന്റെ, എന്റെ കൈ ഉയർന്നു നിൽക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോ കൈ ഉയർത്തുന്നത് ആര് കാണുന്നുണ്ട്? കൈ താത്തിയിടുന്നത് ആര് കാണുന്നുണ്ട്? കൈ കെട്ടി നിൽക്കുന്നത് ആര് കാണുന്നുണ്ട്? കൈ അടിക്കുന്നത് ആര് കാണുന്നുണ്ട്? കാലുകളൊക്കെ ഒന്ന് മാറ്റി ചവിട്ടുന്നത് ആര് കാണുന്നുണ്ട്? തുള്ളിച്ചാടുന്നത് ആര് കാണുന്നുണ്ട്? നമ്മൾ ഈ തുള്ളിച്ചാടുന്നത് ആര് കാണാൻ വേണ്ടിയാണ്? ഇപ്പൊ നിങ്ങളോട് വീട്ടിൽ ചെല്ലുമ്പോ ഭർത്താവ് ചോദിക്കുകയാണെന്ന് വിചാരിക്കും, എടി നീ ഈ കടന്ന് തുള്ളുന്നത് ആർക്ക് വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഹല്ലേലൂയ. ചില നേരത്ത് പിള്ളേർക്കൊക്കെ ഇപ്പൊ ഭയങ്കര കോപമാണെന്ന് പറയുന്നത്. ഈ ഫ്രീ ഫയർ ഒക്കെ കളിച്ച് വെടിവെക്കാനൊക്കെ പഠിച്ച് അതൊക്കെ കളിച്ച് കഴിഞ്ഞിട്ടായിരിക്കും അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അവർക്ക് എന്തോ ഇഷ്ടപ്പെടാത്തത് കണ്ടു കഴിയുമ്പോൾ അവർ വിചാരിക്കുന്നത് അവരിപ്പോഴും അമ്മനോട് ഫ്രീ ഫയർ കളിക്കുകയാണെന്ന് വിചാരിച്ചിട്ടാണ് ഒച്ച ഉണ്ടാക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മക്കള് ഫ്രീ ഫയർ ഒക്കെ കളിച്ച് അവസാനം നിങ്ങൾ വെടിവെച്ചാൽ നിങ്ങൾ വിഷമിക്കണ്ട. കാരണം നിങ്ങൾ മേടിച്ചു കൊടുത്ത മൊബൈല്, നിങ്ങൾ കാശ് മേടിച്ചു കൊടുത്ത നെറ്റ് കണക്ഷൻ, അതെല്ലാം കൊണ്ടും അവര് നല്ല ട്രെയിനിങ് മേടിച്ചിട്ട് കം ബാക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ കൈ ഉയർത്തുന്നത്, കാലുയർത്തുന്നത്, കൈയടിക്കുന്നത്, കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി തുള്ളിച്ചാടുന്നത് ആര് കാണുന്നുണ്ട്? ഇതൊന്നും ആരും കാണുന്നില്ല, ഇതൊക്കെ വെറുതെയാണെന്ന്. കർത്താവിനെ സ്തുതിക്കുന്നത്, ആരാധിക്കുന്നത്, മഹത്വപ്പെടുത്തുന്നത്, സ്വരമുയർത്തി സ്തുതിക്കുന്നത് വെറുതെയാണെന്ന് ആരും കരുതണ്ട. ഇതിനെല്ലാം കർത്താവ് എണ്ണി എണ്ണി പ്രതിഫലം തരും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അതുകൊണ്ട് ഈശോയുടെ നാമത്തെ ഒരു പ്രാവശ്യം കൈ ഉയർത്താൻ ഒരു ചാൻസ് കിട്ടിയാൽ അത് കളയരുത്. വിളിച്ചേ, ഈശോയേ. ഇരുകരങ്ങളും ഉയർത്താൻ ചാൻസ് കിട്ടിയാൽ അത് നഷ്ടപ്പെടുത്തരുത്. ഒരു പ്രാവശ്യം ഈശോയെ എന്ന് ഉച്ചത്തിൽ വിളിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ അത് കളയരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് നമ്മെ പരിശോധിച്ചറിയുന്നു. തുടർന്ന് വായിച്ചേ. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എന്റെ ഹൃദയത്തിൽ എന്റെ കൈയുടെയും കാലിന്റെയും കാര്യം മാത്രമല്ല, എന്റെ ഹൃദയത്തിലുള്ള വിചാരങ്ങളും ആരറിയുന്നു? കർത്താവ് അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ചില ആളുകൾക്ക് ആനപ്പന്തിയിലുള്ള പാല് ഒലിച്ചു പോയതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല, ഇല്ലേ? പക്ഷെ അവരുടെ ഹൃദയം എവിടെയാണ്? ഇവിടെയാണ്. ഹല്ലേലൂയ. ഓൺലൈനിൽ ഇരുന്ന് കൂടുന്നവരാണെങ്കിലും അവരുടെ ഹൃദയം എവിടെയാണ്? ഇവിടെയാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ ഹൃദയത്തിന്റെ നല്ല വിചാരം ആരറിയുന്നു? കർത്താവ് അറിയുന്നു. കൈയടിച്ച് നന്ദി പറയാം. കഴിഞ്ഞ ദിവസം എല്ലാ ബുധനാഴ്ചയും പ്രാർത്ഥിക്കാൻ വരുന്ന സഹോദരന്മാർ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ മരം വീണ് കിടക്കാണ്, പയ്യാവൂരൊക്കെ അവിടെയൊക്കെ മരം വീണ് കിടക്കുന്നുണ്ട്, വണ്ടി വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കോളാം. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ആരറിയുന്നുണ്ട്? ഹൃദയത്തിന്റെ വിചാരം ആരറിയുന്നുണ്ട്? നമ്മുടെ എല്ലാ നല്ല വിചാരങ്ങളും ആരറിയുന്നുണ്ട്? വിശുദ്ധിയിൽ ജീവിക്കാനുള്ള നമ്മുടെ ആഗ്രഹം ആരറിയുന്നുണ്ട്? കർത്താവ് അറിയുന്നുണ്ട്. ഒരു മകൻ വന്നിട്ട് മുട്ടയിൽ വലിയാണ് പല പ്രാവശ്യം. എന്നിട്ട് മുറിയിൽ വന്നപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ എൻ്റെ കാലിന്റെ മുട്ടൊക്കെ പൊട്ടി. അച്ഛൻ പറഞ്ഞു, മോനെ ഒരു പ്രാവശ്യം വലിഞ്ഞാൽ പോരെ, ഒരു ദിവസം ഒരു പ്രാവശ്യം വലിഞ്ഞാൽ മതി, മുട്ട പൊട്ടിക്കരുത്, കാരണം പിറ്റേ ദിവസം വലിയാനുള്ള. ഹല്ലേലൂയ. അപ്പോ നിന്റെ നിയോഗം എന്താണ്? നിനക്ക് എന്താണ്? ജോലി കിട്ടണോ? അപ്പൊ അവൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് ഭയങ്കര ജഡികാസക്തി, എനിക്ക് ഈ പോർണോഗ്രഫി വീഡിയോ കാണാതിരിക്കണമെന്നുണ്ട്, പക്ഷേ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. സ്വയംഭോഗത്തിന്റെ ഒരു അഡിക്ഷൻ ഉണ്ട്, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതിൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ പല പ്രാവശ്യം മുട്ടയിൽ വലിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അവന്റെ നല്ല ഹൃദയത്തിന്റെ ആ നല്ല ആഗ്രഹം ആര് കാണുന്നുണ്ട്?
കർത്താവ് കാണുന്നുണ്ട്. നിന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. ഇനി നല്ല വിചാരങ്ങൾ അറിയുന്നതോടൊപ്പം തന്നെ ബാക്കി നിങ്ങൾ കൂട്ടിച്ചേർത്താൽ മതി. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന്റെ ദുഷ്ടവിചാരങ്ങളും ആരറിയുന്നുണ്ട്? കർത്താവ് അറിയുന്നുണ്ട്. നല്ലത് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. ഹല്ലേലൂയ. ഇനി പ്രിയപ്പെട്ടവരെ, അടുത്തത് വായിച്ചോ. എന്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. നേരത്തെ പറഞ്ഞിരുന്നത് ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതിനെയും കുറിച്ചായിരുന്നു. ഇപ്പൊ നടക്കുന്നതിനെയും കിടക്കുന്നതിനെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് വായിച്ചേ. എന്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. എന്റെ വഴി നന്നായിട്ടറിയാം. കർത്താവ് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു GPS തന്നിട്ട് വെച്ചിരിക്കുകയാണ്. ഈ വണ്ടി എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയാൻ പറ്റും. ഹല്ലേലൂയ. പുതിയ വാഹനങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ മൊബൈലിൽ നോക്കിയാൽ നമ്മുടെ വണ്ടി ഇപ്പൊ നമ്മൾ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ, നമ്മുടെ വാഹനം ഇപ്പോൾ എത്ര സ്പീഡിലാണ് പോകുന്നത്, എവിടെയാണ് കിടക്കുന്നതെന്ന് നമ്മൾ വീട്ടിലിരുന്ന് മൊബൈലിൽ നോക്കിയാൽ മതി. നമുക്ക് 4 ലോറി ഉള്ളത് എവിടെ ഇല്ലേ? ലോറി ഇല്ലേ? നമുക്ക് വാഹനങ്ങളുള്ളത് എവിടെയാണ് കിടക്കുന്നതെന്ന് ഇപ്പോൾ ഡ്രൈവർ പണിയെടുക്കാതെ കിടന്നുറങ്ങുകയാണോ എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. ഹല്ലേലൂയ. അതിപ്പോ പ്രിയപ്പെട്ടവരെ, ഈ സങ്കീർത്തനം എഴുതുന്നത് എത്ര കൊല്ലം മുമ്പാണ്? ഹല്ലേലൂയ. മിനിമം ഒരു 2500 കൊല്ലം മുമ്പാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടുന്ന് നമ്മുടെ മാർഗങ്ങൾ അറിയുന്നു. ഇപ്പൊ നമുക്കറിയാലോ, നമ്മുടെ വീട്ടിലൊരു CCTV ക്യാമറ വെച്ചിട്ടുണ്ട്. നമ്മൾ വിദേശത്തിരുന്നാണെങ്കിലും നമ്മുടെ വീടിന്റെ മുറ്റത്ത് ആരാണ് വന്നതെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. കർത്താവിന് CCTV പണ്ടേയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അപ്പോൾ അതാണ് ദൈവ സാന്നിധ്യം അറിയാം. എന്നിട്ട് വായിച്ചോ, അത് നല്ലതാണ്. അത് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു വാക്ക് എന്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവേ അതവിടെ നിന്നറിയുന്നു. തുടർന്ന് മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടത്തെ കരം എന്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യമാം വിധം അത് ഉന്നതമാണ്. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടിയൊളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പ്രഭാതത്തിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. അങ്ങയുടെ വലത് കൈ എന്നെ പിടിച്ച് നടത്തും. ഇരുട്ട് എന്നെ മൂടട്ടെ, എന്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും. എന്തെന്നാൽ അങ്ങേക്ക് ഇരുട്ടു പ്രകാശം പോലെ തന്നെയാണ്. കൈയടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മെ അതിന് സഹായിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് ദൈവ സാന്നിധ്യം അനുഭവിക്കുക എന്നത്. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ദൈവ സാന്നിധ്യത്തെ ഭയപ്പെടുക, ദൈവ സാന്നിധ്യത്തെ ഓർക്കുക. ഈശോ കാണുന്നു, ഈശോ കേൾക്കുന്നു, ഈശോ അറിയുന്നു, ഈശോ കൂടെയുണ്ട് എന്ന് നിരന്തരം അനുഭവിച്ചു കൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.